മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ദിൽജിത്തിന്റെ ഹൃദയമിനി കൊല്ലം സ്വദേശിനിയായ 13-കാരിയിൽ മിടിക്കും. എറണാകുളം ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ഹൃദയത്തിന് പുറമെ കരളും വൃക്കകളും കണ്ണും ഉൾപ്പെടെ ദാനം ചെയ്തു. 7 പേരിലൂടെ ദിൽജിത്ത് ഇനി ജീവിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവയവദാനത്തിന്റെ മഹത്വം, അതിന്റെ ആവശ്യകതയൊക്കെ കൂടിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദിൽജിത്ത് നമ്മളെ വിട്ടുപോയി, പക്ഷേ 7 പേർക്ക് പൊതുജീവൻ നൽകിയാണ്. അവരുടെ ഓർമ്മകളിലൂടെ, അവരിലൂടെ ഇനി ദിൽജിത്ത് ജീവിക്കും. ഭവ്യ, കഴിഞ്ഞ ദിവസം രാത്രിയാണ്, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ദിൽജിത്തിന്റെ ഹൃദയവുമായി ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. വളരെ അടിയന്തരമായി, അതായത് ഹൃദയം ശരീരത്തിൽ നിന്നും മാറ്റിയാൽ 6 മണിക്കൂറിനുള്ളിൽ ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് മെഡിക്കൽ രീതി. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെയായിരുന്നു. അതായത് ഇന്നലെ 12:45 കൂടിയാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെത്തി ഇവിടുന്ന് ലിസിയിൽ നിന്നുള്ള സംഘം എത്തി ഹൃദയം ദിൽജിത്തിന്റെ ഹൃദയം മാറ്റിയ ശേഷം ലിസി ഹോസ്പിറ്റലിലെത്തി അടിയന്തരമായ ശസ്ത്രക്രിയ നടത്തിയത്. കൊല്ലം സ്വദേശിനിയായ 13-കാരിയാണ്. ഈ 13-കാരിയും കുടുംബവും ഇന്നലെ അടിയന്തരമായ വന്ദേ ഭാരതിലാണ് എത്തുന്നത്. അതായത് ദിൽജിത്തിന്റെ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുകയും അതിനുശേഷമാണ് ഈ പെൺകുട്ടിക്ക് ഹൃദയം മാറ്റാമെന്ന് കണ്ടെത്തുകയും അടിയന്തരമായി തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഈ ആംബുലൻസ് പെട്ടെന്ന് ലിസിയിൽ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാനത്താകെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശിയായിട്ടുള്ള ഐസക് ജോർജിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കുകയും പോലീസ് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും റെക്കോർഡ് വേഗത്തിൽ തന്നെ ഡ്രൈവർക്ക് ഇവിടെ ഹയാത്തിൽ നിന്നും ലിസിയിലേക്ക് 4 മിനിറ്റ് കൊണ്ട് ഹൃദയം എത്തിക്കാനും കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സംസ്ഥാനം തന്നെ ഇത്തരം ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ അടിയന്തരമായി 2 ദിവസങ്ങൾ അടുപ്പിച്ച് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളതും അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളതും പ്രശംസനീയമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ദിൽജിത്ത് 7 പേർക്ക് അവയവം ദാനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഐസക് ജോർജ് 6 പേർക്ക് അവയവം ദാനം ചെയ്യുന്നു. അങ്ങനെ അവരുടെ കുടുംബങ്ങളുടെ പിന്തുണയും ഈ സാഹചര്യത്തിൽ അഭിനന്ദനാർഹമാണ്. എന്തായാലും 13-കാരിയുടെ അടിയന്തര ശസ്ത്രക്രിയ ഇന്നലെ രാത്രി തന്നെ പുലർച്ചെ തന്നെ പൂർത്തീകരിക്കുകയുണ്ടായി. അവർ ആരോഗ്യം വീണ്ടെടുത്ത് വരികയാണ്. അതായത് മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമെന്ന് തന്നെയാണ്. 30ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലിസി ഹോസ്പിറ്റലിൽ നടക്കുന്നത്. മാത്രം ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടത്, നമ്മൾ ഈ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. അദ്ദേഹം തന്നെയാണ് ഈ 30 ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളതും. ശരിക്കും അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് രോഗികളായാലും ആശുപത്രിയായാലും സംസ്ഥാനം ഒട്ടാകെ അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിശ്വാസം അർപ്പിച്ച് അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം അതായത് ഐസക് ജോർജിൻ്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ മറ്റ് 9 ഹാർട്ട് സർജറികൾ ഉണ്ടായിരുന്നു. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ അല്ലാത്ത മറ്റ് കാർഡിയാക് സർജറികൾ ഉണ്ടായിരുന്നു. അത് മാറ്റിവെച്ച ശേഷമാണ് ഐസക് ജോർജിൻ്റെ ഹൃദയം അങ്കമാലി സ്വദേശിയിൽ വെച്ചുപിടിപ്പിച്ചത്. ഇവിടെയും കൊല്ലം സ്വദേശി അങ്കമാലി സ്വദേശിക്ക് ഹൃദയം നൽകുന്നു. ഇവിടെ തിരിച്ചും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിക്ക് ഹൃദയം എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അടിയന്തരമായി ഈ 3 ദിവസത്തിനുള്ളിൽ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയ, അതുപോലെ തന്നെ മറ്റ് 9 മറ്റ് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച ശേഷമാണ് അദ്ദേഹം ഈ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹത്തെ നമ്മൾ മറ്റു കാര്യങ്ങൾ പ്രതികരണത്തിനായൊക്കെ വിളിച്ചപ്പോഴും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഡോക്ടർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിലും ഈ സർജറി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ സർജറിയുമായി ബന്ധപ്പെട്ട് മറ്റു സർജറികൾ മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇതിന് കൊടുക്കുന്ന അറ്റൻഷൻ, ഇതിന് കൊടുക്കുന്ന പരിഗണന ഒക്കെ പ്രശംസനീയമാണ്. എന്തായാലും ഈ 13-കാരി ആരോഗ്യം വീണ്ടെടുത്ത് വരികയാണ്. ഭവ്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.